അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലുള്ളൊരു കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേ കോവയ്ക്ക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം പാനിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് സവാള നീളത്തിൽ അരിഞ്ഞതാണ്. ഇതിപ്പോൾ ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാളയും കൂടെ ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യത്തിന് എടുക്കാൻ ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തത്. അപ്പം കറിവേപ്പിലയും കൂടെ ഇട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കോവയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയും ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് വേവാൻ വെക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു 10-15 മിനിറ്റ് എങ്കിലും നന്നായിട്ട് അത് വേവിക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് വഴണ്ട് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ ഒരു അല്പം സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സാമ്പാർ പൊടി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വെന്ത് വരാൻ വെക്കുക. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കോവയ്ക്ക മെഴുക്കുവരട്ടി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.